ഇന്നലെ ഉച്ചതിരിഞ്ഞ് നമ്മളുടെ UAE പ്രസിഡന്റ് മുഹമ്മദ് ബിൻ സയ്യിദ് അങ്ങേരാണ് MBS പോലെ MBZ എന്നറിയപ്പെടുന്ന ആൾ. സൗദിയിലെ നിയുക്ത രാജാവിന് MBS മുഹമ്മദ് ബിൻ സൽമാൻ എന്ന് പറയുന്ന പോലെ ഇദ്ദേഹത്തെ MBZ മുഹമ്മദ് ബിൻ സയ്യിദ് എന്ന് പറയും. പുള്ളി ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞിട്ട് വരാന്തയിൽ ചാരുകസേരയിൽ കിടന്ന് ഒന്ന് മയങ്ങിപ്പോയി. മനുഷ്യനല്ലേ. പെട്ടെന്ന് വേലിക്കൽ ഒരു ആൾപ്പെരുമാറ്റം, ഒരാൾ പതുങ്ങി നിൽക്കുന്ന പോലെ ആറാകുന്നു. അപ്പൊ പതുക്കെ ഒരു തല ഇങ്ങനെ വേലിക്ക് പുറകിൽ. ഞാനാണ് ഈ പെസഷ്കിയാനാണ്, ഇറാനിലെ. ആ താനെന്താ അവിടെ വേലിക്ക് നിന്ന് കളഞ്ഞ് കയറി വാണു? അല്ല, കയറി വന്നാൽ വല്ല ദേഹോദ്രവം ഏൽപ്പിക്കും. ഒന്നുമില്ല തന്നെ പോലെ അല്ല ഞാൻ, ചുമ്മാ കൈ കിട്ടുമ്പോൾ തല്ലുന്ന ആളൊന്നുമല്ല. തനിക്ക് കയറുവാ. അങ്ങനെ പെസഷ്കിയാൻ കയറി വന്നു. തിണ്ണയിൽ തോളത്തെ തോർത്തുകൊണ്ട് തട്ടി വൃത്തിയാക്കിയിട്ട് അവിടെ ഇരുന്നു. എന്താടോ വിശേഷിച്ചത്? അല്ല മുതലാളി, ചേട്ടാ ഒന്ന് ക്ഷമിക്കണം, എനിക്ക് ഒരു അബദ്ധം പറ്റിയതാണ്. എന്തു പറ്റി? അല്ല, ഞാൻ ചേട്ടൻ്റെയും മറ്റു പലരുടെയും പറമ്പിൽ കയറി തേങ്ങ എടുത്തുകൊണ്ട് പോയല്ലോ. അത് എടുത്തോണ്ടൊന്നും പോയില്ല, അതിനു മുമ്പ് എൻ്റെ ആൾക്കാർ പിടിച്ചു വെച്ചില്ലേ? അല്ല, പിടിച്ചു വെച്ചു. അതിൻ്റെ ചില്ലറ നാശനഷ്ടങ്ങൾ ചേട്ടന് ഉണ്ടായല്ലോ, ചേട്ടനും ചേട്ടൻ്റെ ആൾക്കാർക്ക്. അതിന് മാപ്പ് പറയാമെന്നാണ് ഞാൻ. അത് ശരി. എന്താ ഈ വിഷമിച്ചു? ഇപ്പം വിഷമിച്ചത് കൊണ്ടല്ലേ ചേട്ടാ, അത് ഞങ്ങൾ കാണിച്ച ഒരു കയ്യബദ്ധമാണ്. ഞങ്ങളിങ്ങനെ നിങ്ങളെയൊക്കെ ശത്രുക്കളാക്കരുതായിരുന്നു. ഞങ്ങളുടെ വിചാരം, നിങ്ങളെ ആക്രമിക്കുമ്പോൾ നിങ്ങൾ ഡൊണാൾഡ് ട്രംപ്, ആ പ്രാന്തം കാരണവരുണ്ടല്ലോ, അയാളുടെ അടുത്ത് പോയി എല്ലാവരും കൂടെ പറയും താൻ കാരണമാണ് ഈ പരിപാടി, ഈ യുദ്ധം നിർത്താൻ പറയടോ എന്നൊക്കെ നിങ്ങൾ പറയുമെന്ന് വിചാരിച്ചു. നിങ്ങളത് പറയുന്നുമില്ല. നിങ്ങളെ ഞങ്ങൾക്ക് കാര്യമായിട്ട് ഉപദ്രവിക്കാൻ പറ്റിയിട്ടുമില്ല. അവിടെ ഇവിടെ ഒരു റിഫൈനറിയുടെ പുറത്തോ ആളുകൾക്ക് ചെയ്തിട്ടൊക്കെ ഉണ്ട്. എന്നാലും അതൊക്കെ പെട്ടെന്ന് പരിഹരിക്കാവുന്ന സാധനങ്ങളേ ഉള്ളൂ. അപ്പോൾ അർത്ഥശൂന്യമായ ഈ ആക്രമണം തുടരണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു. ആ തീരുമാനം അറിയിക്കാനും ഇതുവരെ ആക്രമിച്ചതിനും മാപ്പ് പറയാനായിട്ടാണ് ഞാൻ വന്നത്. ശരി, കൊള്ളാം, മിടുക്കൻ എന്നൊക്കെ പറഞ്ഞു. ചായ ഒക്കെ കൊടുത്തു. പെസഷ്കിയാനും കാര്യം എന്തൊക്കെ പറഞ്ഞു, ഒരു മനുഷ്യനല്ലേ, നമ്മൾ അപമാനിക്കാൻ പാടില്ലല്ലോ. ഗൾഫ് നാടുകൾക്ക് അവരുടേതായ ഒരു തറവാടിത്തമൊക്കെ ഉണ്ട്. അതുകൊണ്ട് വാങ്ങിർക്ക് ചായ കൊടുത്ത് സന്തോഷമായിട്ട് പറഞ്ഞു വിട്ടു. അല്ലെ, പറഞ്ഞു വിട്ട് അരമണിക്കൂറായില്ല, അതിനു മുമ്പ് വീണ്ടും തേങ്ങ ഇടുന്ന ശബ്ദം. നോക്കടാ പിള്ളേരെ കഴിഞ്ഞപ്പോൾ, ചേട്ടാ ഇത് മറ്റേ കൃഷി തന്നെയാണ്, ഇറാന്റെ ആൾക്കാർ തന്നെയാണ്. അത് ശരി. അത് ഒന്നല്ല രണ്ടല്ല മൂന്നായി UAE. ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ 3 തവണ മറ്റോ ആക്രമിച്ചു കഴിഞ്ഞു. പെസഷ്കിയാനെ വിളിച്ച് ഇതെന്ത് തെമ്മാടിത്തരമാണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അയാൾ പറയുന്നത്, ചേട്ടാ ഞാൻ പറഞ്ഞാൽ ഇവരനുസരിക്കുകയില്ല, കാരണം ഇവർ IRGC ആണ്. അതെന്തുകൊണ്ട്? അത് ഇറാനിയൻ റെവല്യൂഷണറി ഗാർഡ് കോർ എന്ന് പറയുന്ന പട്ടാളം. അത് നമ്മുടെ താടിക്കാരൻ്റെ ആയിരുന്നു, ഖമനയുടെ സ്വന്തം പട്ടാളമാണ്. ഇറാൻ എന്ന ഗവൺമെന്റിന് വേറൊരു പട്ടാളമുണ്ട്. അങ്ങനെ 2 പട്ടാളമാണ് ഇറാനിൽ. IRGC എന്ന് പറയുന്ന പട്ടാളത്തിനാണ് കംപ്ലീറ്റ് കൺട്രോൾ. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആയുധങ്ങളും ആളും സംഗതിയും ഒക്കെ ആയിട്ട് ഭരണഘടനാ ബാഹ്യമായൊരു ശക്തിയായിരുന്നല്ലേ ഈ സുപ്രീം ലീഡർ അലി ഖമനയി. ഖമനയി പറയുന്നത് ഇവർ കേൾക്കുള്ളൂ. ഖമനയി മരിക്കുന്നതിന് മുമ്പ് എഴുതിയും വെച്ചു, ഞാൻ എപ്പോഴെങ്കിലും മരിക്കുകയാണെങ്കിൽ എൻ്റെ നിർദ്ദേശങ്ങൾ എന്തായിരുന്നു അത് സത്യസന്ധമായിട്ട് എല്ലാവരും പാലിച്ചോളണം പറഞ്ഞു. മരിച്ചപ്പോൾ കൂടെ IRGCയുടെ തലവനെയും കൊണ്ടാണ് കാർന്നോര് മുകളിലേക്ക് പോയത്. 40-45 പേര് പ്രധാനപ്പെട്ട ആൾക്കാർ പോയി. ഒരു തീരുമാനമെടുക്കാൻ ആളില്ല. അപ്പോൾ കാർന്നോർ എഴുതി വെച്ചതനുസരിച്ച് കിട്ടിയ നിർദ്ദേശങ്ങൾ, അതുവരെ തന്ന നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടേയിരിക്കുക. ഇതാണ് IRGCയുടെ ജോലി. അവർ പെസഷ്കിയാനോട് പറഞ്ഞു, താനൊരു പൊട്ടനാണ്, താനെന്തിനാ മാപ്പ് പറയാനൊക്കെ പോയത്? ഞങ്ങളിതൊന്നും നിർത്താനൊന്നും പോകില്ല,
താൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് കേൾക്കാനുള്ള ബാധ്യതയുമില്ല. ഈ വർത്തമാനത്തെയാണ് പെസഷ്കിയാൻ മാന്യമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എന്നൊക്കെ പറഞ്ഞു. ശരി, ആ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഗ്യാപ്പ് അങ്ങ് നികത്തരുതോ? നികത്താൻ പറ്റില്ല. IRGC ഈസ് നോട്ട് എനിബഡീസ് കൺട്രോൾ. അതാണ് അവരുടെ സ്ഥിതി. അവര് ഇനിയിപ്പോൾ പുതിയ സുപ്രീം ലീഡർ വരണം. പുതിയ സുപ്രീം ലീഡർ വരണമെങ്കിൽ അവരുടെ 55 പേരടങ്ങുന്ന മതപുരോഹിതന്മാർ, മതപണ്ഡിതന്മാർ, മതമേലധ്യക്ഷന്മാർ, അതുകൂടാതെ വേറെ ആരുണ്ട്, ഗ്ണാപ്പന്മാർ, ഇവരൊക്കെ ചേർന്ന് 10-55 പേര് കൂടിയിട്ട് വേണം ഒരു പിൻഗാമിയെ തിരഞ്ഞെടുക്കാൻ. അങ്ങനെ അവർ കഴിഞ്ഞ ആഴ്ച കൂടാനൊക്കെ തീരുമാനിച്ചു, സ്ഥലമൊക്കെ തീരുമാനിച്ചു, നോട്ടീസും ഒക്കെ അടിച്ചു. അല്ലേ, കൂടാൻ വെച്ചിരുന്ന ദിവസം രാവിലെ ഇസ്രായേൽ ആ ബിൽഡിംഗ് അങ്ങ് അടിച്ചു പൊളിച്ചു കളഞ്ഞു. എന്തൊരു അന്യായമാണ്! ഇവിടെ മനുഷ്യനിരുന്നു വർത്തമാനം പറയാനായിട്ട് ഒന്ന് താഴെ ഇരിക്കാന്ന് പറഞ്ഞാൽ കൊരണ്ടിപ്പലക അടിച്ചു മാറ്റിക്കളയും ഇസ്രായേലുകാർ. ഈ അവസ്ഥയാണ്. അതുകൊണ്ട് ആ മീറ്റിംഗ് നടന്നില്ല, അതുകൊണ്ട് പിൻഗാമിയെ തിരഞ്ഞെടുത്തില്ല, അതുകൊണ്ട് IRGC തോന്നിവാസം പ്രവർത്തിക്കുന്നു. അതിനാൽ പെസഷ്കിയാൻ്റെ വാക്കിന് വിലയില്ലാതാകുന്നു. എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ചു. ഞാൻ അമേരിക്കയുടെയോ ഇസ്രായേലിൻ്റെയോ ഭാഗം പറയുന്നില്ല. അവർ ക്ഷമയോടെ കാത്തിരിക്കുന്ന യുദ്ധം ഇങ്ങനെ നീട്ടി കൊണ്ടുപോയി കഴിയുമ്പോൾ ഈ ഇറാൻ്റെ കയ്യിലുള്ള മിസൈൽ തീർന്നു പോകുമല്ലോ. പണ്ടാരം മിസൈൽ വിടുന്ന സ്പീഡിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതല്ല. പപ്പടം കാച്ചിയെടുക്കുന്ന പോലെ മിസൈൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല, മാസങ്ങളുടെ പരിപാടിയാണ്. പക്ഷെ വിടാനോ 2 സെക്കൻഡ് മതി. ഹൈപ്പർസോണിക് മിസൈൽ എന്നൊക്കെ പറയുന്നത് മാക് 7, മാക് 10, മാക് 20 ശബ്ദത്തെക്കാൾ 20 ഇരട്ടി വേഗത്തിൽ പോകുന്നതാണ്. പോകുന്നത് കാണുന്നില്ല, നമ്മൾ കാണാൻ പറ്റില്ല. നമ്മൾ കണ്ടുവരുമ്പോഴത്തേക്ക് ഒരു വസ്തുവിനെ നമ്മൾ കാണുന്നതെങ്ങനെ, അതിൽ സൂര്യപ്രകാശമോ മറ്റേതെങ്കിലും പ്രകാശമോ വീണ് അത് റിഫ്ലക്റ്റ് ചെയ്ത് നമ്മുടെ കണ്ണിൽ വന്ന് അത് നമ്മുടെ പുറകിലുള്ള സ്ക്രീനിൽ പതിഞ്ഞ് അത് നമ്മുടെ തലച്ചോറിലേക്ക് പോയി അങ്ങനെ അത് മിസൈലാണ് നമ്മൾ തിരിച്ചറിയുക. ഇത്രയും നേരമൊന്നും ഈ മിസൈൽ നമ്മുടെ കണ്ണിൽ നിൽക്കില്ല, അത് പോയി കഴിഞ്ഞു. എന്തോ ഒരു ഈച്ച പറക്കുകയോ എന്തോ ചെയ്തു നമുക്ക് മനസ്സിലാവും. അതിൻ്റെ അടുത്തെങ്ങാനും നിന്ന് കഴിഞ്ഞാൽ നിന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തട്ടിപ്പോകും. ഇതാണ് ഹൈപ്പർസോണിക് മിസൈൽ. പക്ഷെ ഈ സാധനമൊക്കെ ഒരു ദിവസം തീർന്നു പോകില്ലേ? അതാണ് ട്രംപും നെതന്യാഹുവും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. യുദ്ധം ഒന്ന് നീട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ ഇറാൻ്റെ ആകെയുള്ള ആയുധം മിസൈലാണ്. ആ മിസൈൽ ഇത്രയ്ക്കൊന്ന് കണക്കുണ്ട്. 3000 എന്ന് പറയുന്നു, 3500 എന്ന് പറയുന്നു, എത്രയോ ആയിക്കോട്ടെ, അതൊരു ദിവസം തീരും. എന്നാൽ ഇത്തരം 10,000-കണക്കിന് മിസൈലുകളാണ് അമേരിക്കയിലുള്ളത്. അതിൽ നിന്ന് 5, 10, 12 എണ്ണം വെച്ച് ഇസ്രായേലിന് കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ യുദ്ധം നീണ്ട് അങ്ങ് പോവുകയും ഇറാൻ്റെ കൈവശം മിസൈൽ തീരുകയും ചെയ്യും. തീർന്നു കഴിഞ്ഞാൽ പിന്നെ എന്തിട്ടാണ് അലക്കും? ഇറാൻ ഒരു എയർഫോഴ്സ് ഒന്നുമില്ല. എന്തോ 2ാം ലോകമായുധകാലത്തെ 4-5 വിമാനം കിടപ്പുണ്ട്. ഇറാൻ്റെ നേവി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സാധനമൊന്നും അല്ല. അങ്ങനത്തെ വലിയ നേവിയൊന്നുമല്ല. അതിൽ തന്നെ 10 എണ്ണം ട്രംപ് മുക്കി കടലിൽ കിടക്കുന്നു. ബാക്കിയുള്ളതിനെ ഞാൻ ഇപ്പം മുക്കും എന്നൊക്കെ പറഞ്ഞു ഒരെണ്ണം കൊണ്ടുവന്ന് നമ്മൾ കൊച്ചിയിലിട്ടിരിക്കുന്നു. പാവം എന്തെങ്കിലും കഞ്ഞിയോ വെള്ളം കൊടുക്കടാ, അവൻ ബുദ്ധിമുട്ടിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരെണ്ണം ശ്രീലങ്കയ്ക്ക് തെക്ക് മാറി ഇറാൻ്റെ അന്തർവാഹിനി മുക്കിക്കളഞ്ഞു. മുക്കിക്കളഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇവിടെ നരേന്ദ്രമോദിയുടെ നെഞ്ചെത്ത്. എൻ്റെ ദൈവമേ, ആ മനുഷ്യനെ കിടക്കപ്പുറത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ. ഭൂമിയിൽ എന്ത് കുറ്റം നടന്നു കഴിഞ്ഞാലും നരേന്ദ്രമോദിയുടെ തലയിലാണ്. ഇറാൻ്റെ പടക്കപ്പൽ അമേരിക്ക ആക്രമിച്ചു, അന്തർവാഹിനി വെച്ചു. സിലോണിൽ നിന്ന് പിന്നെയും തെക്ക്. മോദി ചോദിച്ചു, അതിപ്പോൾ അതിന് ഞാനെന്ത് ചെയ്യും? അത് ഇന്ത്യൻ മഹാസമുദ്രമല്ലേ, ഇന്ത്യയോട് ചോദിക്കണ്ടേ? എന്ത് ചെയ്യും? ഇന്ത്യൻ മഹാസമുദ്രം മുഴുവൻ ഇന്ത്യയുടേതാണെന്നും പറഞ്ഞാണ് ഇരിക്കുന്നത്. എനിക്കറിയില്ല. ഇപ്പോൾ ഇതുപോലത്തെ വിഡ്ഢികളോട് ഇതിനൊക്കെ എന്ത് മറുപടി പറയാൻ പറ്റും? അതുപോലെ ഇന്നിപ്പോൾ സർക്കാർ നോട്ടിഫിക്കേഷൻ ഇറക്കി, ഇത്ര ദിവസത്തെ എണ്ണയുണ്ട്, ഇത്ര ദിവസത്തെ ഗ്യാസുണ്ട്, ഇതൊന്നും ആരും പേടിക്കേണ്ട. റഷ്യൻ എണ്ണ നമ്മൾ ഇറക്കുമതി ചെയ്തുകൊണ്ടേയിരുന്നു. കഴിഞ്ഞ മാസവും ഒരു ദിവസം എന്തോ 2 ലക്ഷം ബാരൽ വെച്ചൊക്കെ ഇറക്കുമതി ചെയ്തു. ഇതിനൊന്നും റഷ്യയുടെ അനുമതിയും തേങ്ങയൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഡീറ്റെയിൽ ആയിട്ട് വിദേശകാര്യ വകുപ്പിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ അറിയും. നമ്മുടെ ആൾക്കാർ അപ്പോഴും നിരാശരാണ് കേട്ടോ. ഈ
ഇടതുപക്ഷ മതനിരപേക്ഷ വർഗ ബഹുജന ഡിമാല ഗുണ്ടി ഗുണ്ടന്മാർ അപ്പോഴും ഹാപ്പിയല്ല. കാരണം അവർക്ക് നരേന്ദ്രമോദി നേരിട്ട് ഡൊണാൾഡ് ട്രംപിന് ചീത്ത പറയണം. അപ്പോൾ ഡൊണാൾഡ് ട്രംപ് തിരിച്ച് ചീത്ത പറയും. അപ്പം മോദി വീണ്ടും പറയണം. അപ്പോൾ അയാൾ വീണ്ടും പറയും. ഇങ്ങനെ സ്ലാങ്ങിങ് മാച്ച് നടക്കണം. അതാണ് അവരുടെ ആവശ്യം. അങ്ങനെ അമേരിക്കയും ഇന്ത്യയും നിതാന്ത ശത്രുക്കളായിട്ട് മാറണം. കാരണം കമ്മ്യൂണിസ്റ്റുകാരുടെ മനസ്സിൽ അമേരിക്ക ശത്രുവാണ്. പിണറായി വിജയൻ ഇല്ലെന്നെ വിട്ടു. പിണറായി വിജയൻ ഇടയ്ക്ക് ശത്രുവാണ്, തെമ്മാടി രാഷ്ട്രമാണ് എന്നൊക്കെ പറയും. എന്നിട്ട് പുറകെ കൂടെ ഫോൺ ചെയ്യും, ചേട്ടാ നിന്ന് പഴയ്ക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞാണ് കേട്ടോ, ചേട്ടനൊന്നും തോന്നരുത്, ഞാൻ അവിടെ മയോ ക്ലിനിക്കിൽ ചികിത്സയ്ക്ക് വരും. അമേരിക്ക പറയും ശരി, ആ ഡോക്ടർമാരോടും പറയും എന്തെങ്കിലും ചെയ്യും വയസ്സായ ഒരാളല്ലേ. അല്ല, അയാൾ പറയും ഇന്നൊക്കെ തെമ്മാടിത്തരല്ലേ. ആയിക്കോട്ടറോ, വയസ്സായി കഴിഞ്ഞാൽ കേരള രാഷ്ട്രീയം, ഇന്ത്യൻ രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയാണ്. എന്തെങ്കിലുമൊക്കെ ഇതും പെയ്യും ഒക്കെ പറയും. ഞാനത് നോക്കണ്ട, ഒരു രോഗിയെ ചികിത്സിക്കുന്ന പോലെ ചികിത്സിച്ചാൽ മതി. ഈ ഫോർമുലയിലാണ് പിണറായി വിജയൻ മുന്നോട്ട് പോകുന്നത്. അല്ലെങ്കിൽ അമേരിക്കയെ ചീത്ത പറഞ്ഞിട്ട് അവിടെ ചികിത്സയ്ക്ക് ആരെങ്കിലും പോവുക? അവരൊരു സൂചി വേണ്ടാത്തടത്ത് കയറ്റി ഇങ്ങനെ തട്ടിക്കളഞ്ഞു ഇങ്ങനെ എന്ത് ചെയ്യും? ഏതായാലും ഉടക്കാണല്ലോ, തെമ്മാടി രാഷ്ട്രമല്ല. അവരുടെ തെമ്മാടിത്തരം കാണിക്കുന്നു, ഇങ്ങനെ പ്രാണനല്ലേ പോകുന്നു. എന്തൊക്കെ മണ്ടത്തരമാണ് കാണിച്ചു കൂട്ടുന്നത്. പക്ഷേ ഇതിലൊന്നും ഒരു കുറവുമില്ല. ഇടതുപക്ഷങ്ങൾക്ക് അവർ ചെയ്യുന്നത് എന്താണെന്ന് അവർക്ക് യാതൊരു വെളിയൊഴിച്ചുമില്ല. അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ട്രംപ് ആണെങ്കിലോ, ട്രംപ് പറയുന്നത് ഇറാൻ മുഴുവൻ സറണ്ടർ ചെയ്യാതെ ഞാൻ ഈ യുദ്ധം നിർത്തില്ല. പെസഷ്കിയാൻ്റെ മാപ്പൊന്നും എനിക്ക് വേണ്ട, ഞാൻ എടുക്കുന്നില്ല ആ മാപ്പ്. അതിന് വാസ്തവത്തിൽ ട്രംപിൻ്റെ അടുത്ത് പെസഷ്കിയാൻ മാപ്പ് പറഞ്ഞിട്ടുമില്ല. നിങ്ങളൊക്കെ എന്തൊക്കെയാണ് നടക്കുന്നത്? ആരാരോട് എന്ത് സംസാരിക്കുന്നതെന്ന് വെളിവില്ലാതെയാണ് ഓരോരുത്തരും പ്രസ്താവന ഇറക്കുന്നത്. മാപ്പ് അസ്വീകാര്യമാണ്. ഇറാൻ്റെ ആണ്ടം കീറി അവസാനിപ്പിച്ചിട്ട് ഞാൻ അടങ്ങു വെക്കും. അപ്പോൾ ഇറാൻ പറഞ്ഞു, ഞങ്ങൾ തൻ്റെ കഥ കഴിക്കും, ഇസ്രായേലിൻ്റെയും കഥ കഴിക്കും. ഡെത്ത് ടു ഇസ്രായേൽ, ഡെത്ത് ടു അമേരിക്ക. അതിനെന്താ കാരണം? നിങ്ങൾ ഇതുവരെ കാണാത്ത ചില ആയുധങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഓ, ഇനി എന്തായുധമാണോ കയ്യിലുള്ളത്? ഇതുവരെ കാണാത്ത ആയുധങ്ങളുണ്ടെങ്കിൽ അതങ്ങോട്ട് പ്രയോഗിച്ചാൽ എന്താ? അല്ല, അത് ഞങ്ങളുടെ സുപ്രീം ലീഡറിനെ കൊന്നു കളഞ്ഞു, ആയത്തുള്ള അലി ഖമനെ. ഞങ്ങൾ ഇതിന് പകരം വീട്ടാതെ അടങ്ങുകയില്ല. എടാ അടങ്ങണ്ട, നീ അങ്ങ് പകരം വീട്ട് പണ്ടറങ്ങാനായിട്ട് ആഴ്ച ഒന്ന് കഴിഞ്ഞല്ലോ. ഈ കാർന്നൊരു ചത്തു വീട്ട് ഒരാഴ്ച കഴിഞ്ഞില്ലേ? ഇപ്പോഴും നിന്റെ ആയുധം പുറത്തെടുക്കാറായില്ലേ? ഞങ്ങൾ പകരം വീട്ടും, ഞങ്ങൾ പകരം വീട്ടും, എന്നെ വിട്, എന്നെ വിട്. ഈ പണ്ടൊക്കെ ഈ പെണ്ണുങ്ങൾ വഴക്കുണ്ടാക്കി കഴിയുമ്പോൾ കിണറ്റിൻകരയിൽ പോയി നിൽക്കും. എന്നിട്ട് പറയും, ആരെങ്കിലും എന്നെ പിടിക്കുക, അല്ലെങ്കിൽ ഞാൻ കിണറ്റിച്ചാടും. എന്നെ പിട്, എന്നെ പിടി. ആളുകൾ ഓടിച്ചെന്ന് പിടിക്കും ഈ അമ്മച്ചിയെ. പിടിച്ചു കഴിയുമ്പോൾ അമ്മച്ചി പ്ലേറ്റ് മാറ്റും, എന്നെ വിട്, എന്നെ വിട്. വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ നാണക്കേട്. അതുകൊണ്ട് ആൾക്കാർ അമ്മച്ചി വെറുതെ ചൂടാകാതെ വാന്നൊക്കെ പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി. ഈ പരിപാടിയാണ് ഈ ട്രംപ് ആണെങ്കിലും പെസഷ്കിയാനാണെങ്കിലും IRGC ആണെങ്കിലും ഒക്കെ ചെയ്യും. ഒരു കാര്യം ഞാൻ സമ്മതിക്കണം, നേരും നിറവും ഒക്കെ ഉള്ളത് നെതന്യാഹു തന്നെയാണ്. അയാൾ ചെയ്യുന്നത് ശരിയോ തെറ്റോ, ധർമ്മമോ അധർമ്മമോ, ഇങ്ങനെയൊന്നും നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. കക്ഷി ഡീസൻ്റാണ്. ചെയ്ത് കഴിഞ്ഞിട്ട് ചെയ്ത കാര്യം പറയും. ദേ ഞാൻ 45 പേരെ കൊന്നിട്ടുണ്ട്, ദേ ഞാൻ 55 പേരെ കൊന്നിട്ടുണ്ട്, ദേ ഇവിടെ ഞാൻ ബോംബിട്ടിട്ടുണ്ട്. അവരുടെ നാട്ടിൽ വീഴുന്നതിനും അങ്ങനെ തന്നെയാണ്. 18 മിസൈൽ വന്നു, 16 ഞങ്ങൾ ന്യൂട്രലൈസ് ചെയ്തു, 2 എണ്ണം വീണു, ഇത്ര ആൾ മരിച്ചു, ഇത്ര പേർക്ക് പരിക്കുണ്ട്. അത് കൃത്യമായിട്ട് നെതന്യാഹു പറയും. അതൊന്നും രഹസ്യമായിട്ട് വയ്ക്കുന്ന സ്വഭാവക്കാരനല്ല. ട്രംപ് അങ്ങനെയല്ല. നാക്കെടുത്താൽ ഇല്ലാത്ത നുണയും സംഗതിയൊക്കെയാണ് ട്രംപ് പറഞ്ഞുകൊണ്ട് നടക്കാറുള്ളത്. ഇതിൻ്റെ നടുക്ക് നീതി, സത്യം, ധർമ്മം ഇതൊക്കെ നടപ്പിലാക്കേണ്ട ബാധ്യത നരേന്ദ്രമോദിക്കാണെന്ന് പറഞ്ഞാണ് ബഹളം. നരേന്ദ്രമോദി എന്ത് ചെയ്യണം? അമേരിക്കയുമായിട്ട് യുദ്ധത്തിന് പോകണം, അതോ ഇറാനുമായിട്ട് യുദ്ധത്തിന് പോകണം? ഇറാനെ സഹായിക്കണം. എങ്ങനെ സഹായിക്കണം? ഒരു 2 ലക്ഷം പട്ടാളക്കാരെ തോക്കും കൊടുത്ത് അങ്ങോട്ട് വിടട്ടെ, അതാണ് സഹായിക്കുന്നത്.
ചേടാ ഈ ദുരിത കാശ് എത്ര വേണമെന്ന് അറിയുന്നു ഒരു യുദ്ധം നടത്താനായിട്ട്? ചുമ്മാ വാചകം അടിക്കുന്നു. ഈ വാചകം അടിച്ച് ജയിക്കാൻ ഉള്ള ഒരു കാര്യം അതെന്തോ മഹാകാര്യമായിട്ട് വയ്ക്കുന്നു. ആത്മവിശ്വാസമുള്ളവരത് ചെയ്യാറില്ല. നിങ്ങൾക്ക് ഓർമ്മയിൽ ഒരു CBI ഡയറി കുറിപ്പ് എന്ന് പറയുന്ന സിനിമ, അതിൽ പ്രതാപചന്ദ്രൻ അഭിനയിക്കുന്ന ഒരു കഥാപാത്രമുണ്ട്, പോളക്കുളം നാരായണൻ. CBI ഓഫീസറായ മമ്മൂട്ടി അവിടെ വാടകയ്ക്ക് താമസിക്കുന്നു. ആ വീടിൻ്റെ ബാൽക്കണിയിൽ നിൽക്കുമ്പോൾ താഴെ പോളക്കുളം നാരായണൻ ഒരു കാറുമായിട്ട് വന്നിട്ട്, ഈടാ CBI ഈ ഇറങ്ങി വാടാ എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്നു. മമ്മൂട്ടി എന്തെങ്കിലും മിണ്ടുന്നുണ്ടോ? പുറകിൽ കയ്യും കെട്ടി റോയലായിട്ട് നിൽക്കുന്നു. ഒരു കാവ്യമുണ്ട്, കൈയുള്ള ബനിയൻ, വായിൽ മുറുക്കാൻ, ഈ വേഷത്തിൽ ഈ പോസിൽ മമ്മൂട്ടി നിൽക്കുന്നു. ഒരക്ഷരം മിണ്ടുന്നില്ല. താഴെ നാരായണൻ ഇല്ലാത്ത ബഹളവും വെല്ലുവിളിയൊക്കെ നടത്തിയിട്ട് എനിക്ക് ഡൽഹിയിലും പിടിയുണ്ടറാ എന്നൊക്കെ പറഞ്ഞിട്ട് കാറിൽ ഉരുണ്ട് വീഴുന്നു. നല്ല ബഹളവുമാണ് ആള്. മമ്മൂട്ടി ഒരക്ഷരം മിണ്ടുന്നില്ല, ഒരക്ഷരം. കാണികൾ എല്ലാവരും തന്നെ മമ്മൂട്ടിയുടെ മൗനത്തെയാണ് അപ്രീഷിയേറ്റ് ചെയ്തത്. അല്ലാതെ ഓളക്കുളം നാരായണൻ വന്ന് തെറി പറഞ്ഞിട്ട് താൻ മറുപടി പറഞ്ഞോളൂ, താൻ എന്താ മിണ്ടാതിരുന്നത്? തൻ്റെ വായിൽ പഴമായിരുന്നോ? ഇങ്ങനെയൊക്കെ ചോദിച്ച് അലമ്പുണ്ടാക്കിയോ ആരെങ്കിലും? ഇല്ലല്ലോ. എല്ലാവർക്കും മമ്മൂട്ടിയുടെ മൗനം ഇഷ്ടപ്പെട്ടു. ഇതാണ് നരേന്ദ്രമോദിയുടെ ഭാഗം. അത് ട്രംപ് കിടന്ന് ബഹളം വെച്ചാൽ, ഇറാൻ കിടന്ന് ബഹളം വെച്ചാൽ, എന്താണെങ്കിലും പുറകിൽ കൈയും കെട്ടി കാർന്നൊരു നിപ്പുണ്ട്. നീ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോടാണ്. കാരണം പറയുന്നവൻ വെള്ളമടിച്ചാണ് പറയുന്നത്. മാത്രമല്ല അവൻ തോറ്റിരിക്കുന്നു, വിഷമിച്ചിരിക്കുന്നു. അതെണ്ണം കൊണ്ടാവും വിളിച്ചു പറയുന്നത്. അതിനൊന്നും മറുപടി പറയുന്നത് കൊള്ളാവുന്ന മനുഷ്യർ ചെയ്യുന്ന കാര്യമല്ല. ഇതേ രീതിയിലാണ് ഗൾഫ് രാജ്യങ്ങൾ നിൽക്കുന്നത്. ഇന്നിപ്പോൾ UAE പ്രസിഡന്റ് പറഞ്ഞു, UAE കാണാൻ നല്ല ഭംഗിയുള്ള രാജ്യമാണ്, പക്ഷേ അത് ദുർബലമാണ് എന്ന് വിചാരിക്കരുത്. കാണാൻ ഭംഗിയൊക്കെ ഉണ്ട്, അവിടെ വരാം, താമസിക്കാം, എൻജോയ് ചെയ്യാം, സംഗതിയൊക്കെ ശരി. പക്ഷേ ഞങ്ങൾ ദുർബലരാണ് എന്ന് മാത്രം വിചാരിക്കുന്നു. ഭംഗിയുള്ളത് എപ്പോഴും ദുർബലമായിരിക്കും എന്നൊന്നും വിചാരിക്കണ്ട. അത്തരം ധാരണയൊന്നും വേണ്ട, അതൊക്കെ കയ്യിൽ വെച്ചാൽ മതി എന്ന് MBZ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോഴും യുദ്ധം തീർന്നിട്ടില്ല. യുദ്ധം പല വഴിക്ക് പോകാനുള്ള സാധ്യതകൾ ഇപ്പോഴും നിലനിൽക്കുന്നു. എന്നാലും യുദ്ധം വളരെ വേഗം അവസാനിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. താങ്ക് യു.